ബീഹാർ NDA സർക്കാരിൽ മന്ത്രിസഭാ വികസന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ തീരുമാനം ഉടനുണ്ടാകും. മന്ത്രിസഭാ വികസനം സംബന്ധിച്ചും NDA നേതാക്കൾ ചർച്ച നടത്തുകയാണ്. RJD കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകൾ BJPക്ക് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. സിബി ജോസഫ് ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിബി. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം NDAയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ബീഹാറിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെയും നമ്മൾ കണ്ടു. ഇനി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതൊക്കെയും വരേണ്ടത് മന്ത്രിസഭാ തലത്തിലാണ്. വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോഴും ഇന്ത്യ മുന്നണി ഇനി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണാൻ പോകുന്നത്, വിലയിരുത്താൻ പോകുന്നതെന്ന് അടക്കമുള്ള ചർച്ചകൾ അതിന് തുടക്കമായിട്ടേ ഉള്ളൂ. എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാനാകുന്നത്? കാവ്യ, തീർച്ചയായും ഇന്നലെയാണ് ബീഹാറിൽ NDA സർക്കാർ, നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ NDA സർക്കാർ വീണ്ടും അധികാരമേറ്റിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്നലെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായും 2 ഉപമുഖ്യമന്ത്രിമാർ, BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരായും കൂടാതെ മറ്റ് 6 മന്ത്രിമാരും BJPയിൽ നിന്നും JDU നിന്നും ഘടകകക്ഷികളിൽ നിന്നുമായിട്ട് എല്ലാത്തിനെയും 6 മന്ത്രിമാർ അടക്കം ഇന്നലെ മൊത്തം 9 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇനിയിപ്പോൾ ബാക്കി മന്ത്രിസഭാ രൂപീകരണമാണ് ബീഹാർ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല തന്നെയും നേരത്തെ തന്നെ BJPയുമായി ധാരണ യുദ്ധത്തിൽ JDU നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു മലക്കം മറിച്ചിൽ നിതീഷ് കുമാർ നടത്തിയത്. ഏതായാലും RJDക്ക് നിലവിൽ മഹാസഖ്യം അധികാരത്തിലിരുന്നപ്പോൾ അന്ന് RJDക്ക് നൽകിയിരുന്ന, അതുപോലെ കോൺഗ്രസ് നൽകിയിരുന്ന വകുപ്പുകൾ, ആ വകുപ്പുകൾ BJPക്ക് നൽകാമെന്ന ഒരു ധാരണയിലാണ് യുദ്ധത്തിൽ JDU BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് ചേക്കേറിയത്. ആ വകുപ്പുകളെല്ലാം തന്നെയും യുദ്ധത്തിൽ RJDക്ക് ലഭിച്ചിരുന്ന വകുപ്പുകളെല്ലാം തന്നെയും BJP MLAമാർക്ക് നൽകിയേക്കും. ഇത് സംബന്ധിച്ചെല്ലാം തന്നെയും തീരുമാനങ്ങൾ ഇനി ഔദ്യോഗികമുണ്ടാവുകയും അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇനി ബീഹാറിലെ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലെ സസ്പെൻസ് തീർന്നിരിക്കുന്നു. ഇനി വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ശക്തിയായിരുന്ന നിതീഷ് കുമാറിനെ BJP ഇത്തരത്തിൽ അടർത്തി മാറ്റിക്കൊണ്ട് ഈ NDAയുടെ ഭാഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലേക്കാണ് ഇനി എത്രയും പെട്ടെന്ന് BJP കടക്കുക. അതിൻ്റെ ഭാഗമായി ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇത്തരത്തിൽ JDUവിനും സീറ്റ് പങ്കിട്ടുകൊണ്ട് ഇനി ലോക്സഭാ സീറ്റുകളുടെ ഒരു വിഭജനം നടക്കുമെന്നുള്ളതാണ് NDA സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDAയിലെ മറ്റ് കക്ഷികളുണ്ട്, ലോക ജനശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുണ്ട്. അങ്ങനെ ഈ ഘടകകക്ഷികളെല്ലാം തന്നെയും ഇനി ചർച്ചകൾ നടത്തി എത്രയും പെട്ടെന്ന് ലോക്സഭാ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി BJPയെ സംബന്ധിച്ച് ഇനി ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ലോക്സഭാ സീറ്റ് നടപടിക്ക് ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ നിതീഷ് കുമാറിൻ്റെ ഈ വഞ്ചനയ്ക്കെതിരെ ഇന്നലെ കോൺഗ്രസും RJDയും എല്ലാം തന്നെയും രംഗത്ത് വന്നിരുന്നു. ഇന്നലെ നിലവിലെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന തേജസ്വി യാദവ്, RJDയുടെ ഒരു പ്രധാനപ്പെട്ട യുവത്വ മോഹം കൂടിയാണ് തേജസ്വി യാദവ് എന്ന് പറയുന്നത്, ജനകീയം കൂടിയാണ്. തേജസ്വി യാദവ് ഇന്നലെ പറഞ്ഞത് ഇത്തരത്തിൽ JDUവിനെ BJP ഏറ്റെടുത്തതിൽ നന്ദിയുണ്ട്, കളികൾ ഇനിയും ബാക്കിയുണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം JDU ബീഹാറിൽ ഇല്ലാതായി തീരുമെന്നുള്ളതായിരുന്നു തേജസ്വി യാദവിൻ്റെ ഇന്നലത്തെ ഒരു പ്രതികരണം. മാത്രമല്ല ഇത്തരത്തിൽ വഞ്ചനയിൽ വിദഗ്ധനാണ് നിതീഷ് കുമാർ എന്ന് ഇന്നലെ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ലാലു പ്രസാദിൻ്റെ മകൾ വീണ്ടും രോഹിണി ആചാര്യ വീണ്ടും ഒരു മാലിന്യ കൂമ്പാരത്തോട് ഉപമിച്ചുകൊണ്ടായിരുന്നു ഈ നിതീഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച്. അങ്ങനെ നിരവധി പ്രതികരണങ്ങളും ഇന്നലെ തന്നെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് തക്ക മറുപടി നൽകുക എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് മഹാസഖ്യം മുന്നോട്ട് പോകുന്നത്. മഹാസഖ്യത്തെ സംബന്ധിച്ചതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് JDUവിനെ ഇല്ലാതാക്കുമെന്നൊരു എന്ന രീതിക്കെല്ലാം തന്നെയും ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും അവരുടെ മുന്നിലുള്ളത്. അത്തരം നീക്കങ്ങൾക്കായിരിക്കും ഇന്ന്, ചടുലമായ നീക്കങ്ങൾക്കായിരിക്കും ഇന്ന് വേദിയാകുക. ഇന്നലെ ഈ കോൺഗ്രസ് MLAമാരുടെ കാര്യത്തിലെല്ലാം തന്നെയും ഒരു ഓപ്പറേഷൻ താമരയോടെ കോൺഗ്രസ് MLAമാർ കാണാനില്ല എന്നെല്ലാം തന്നെയും വാർത്തകൾ വന്നിരുന്നതിനും ഇന്നലെ വൈകിട്ട് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായ ഷക്കീൽ അഹമ്മദ്, അദ്ദേഹം ഒരു ദൃശ്യങ്ങളടക്കം അതിനെയും ഇന്നലെ വൈകിട്ടോടെ ഈ നിയമസഭാ കക്ഷി യോഗം ചേർന്നു. MLAമാരെല്ലാം പങ്കെടുത്തു എന്നെല്ലാം തന്നെയും കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിലെല്ലാം ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അവിടെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇന്നലെ വൈകിട്ടോടെ ഈ ഒരു ഓപ്പറേഷൻ താമരയുടെ കോൺഗ്രസ് MLAമാർ ഇത്തരത്തിൽ ചേക്കേറി എന്നുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ബീഹാറിലെ സംസ്ഥാന ഘടകം രംഗത്തെത്തുകയും ഈ യോഗം ചേർന്നതിൻ്റെ, നിയമസഭാ കക്ഷി യോഗം ചേർന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം എന്നതിനെയും TT
ചെയ്തുകൊണ്ട് അവരെ ബീഹാറിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ ട്വീറ്റ് ചെയ്തുകൊണ്ട് ഇതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് കാവ്യ.